VS ആദ്യം വെന്തലത്തറയിൽ ജനിച്ചെങ്കിൽ പിന്നെ VSന്റെ ജീവിതം, വളർച്ച എല്ലാം കണ്ടത് ഈ വേലിക്കകത്ത് വീടാണ്. ഈ വേലിക്കകത്ത് വീട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം അടങ്ങുന്ന വലിയ ജനാവലിക്കിടയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്കായി അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ പുറപ്പെട്ട് ഇവിടെ രാത്രി 9 മണിക്ക് ഇവിടെ ഈ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ച വിലാപയാത്ര ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്ന് പകൽ 12:15 കഴിഞ്ഞ് 12:20 കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കാസർഗോഡ് മുതൽ VS അച്യുതാനന്ദൻ 2006-ൽ സീറ്റ് നിഷേധിച്ചപ്പോൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച കാസർഗോട്ടെ നീലേശ്വരത്തെ ഓട്ടോ തൊഴിലാളികൾ മുതൽ എല്ലാവരും VSന്റെ വീടിൻ്റെ പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. പല ഘട്ടങ്ങളിലായി പാർട്ടിക്ക് വെളിയിലേക്ക് പോയവരടക്കം എല്ലാവരും VSന്റെ വീടിന് ചുറ്റുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. പാർട്ടി പ്രവർത്തകരുടെ ഉജ്ജ്വലമായ ഉറക്കെയുള്ള മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായ ഈ വീട്ടിലേക്കാണ് VS അച്യുതാനന്ദനെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുതിർന്ന മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഇവിടെ എത്തിച്ചേർന്നവർക്ക് മുഴുവൻ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് ഇനി പോകൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ മൊത്തം പ്ലാനും തെറ്റിയതുകൊണ്ട് അരമണിക്കൂർ മാത്രം ഇവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഇവിടെ വീട്ടുകാർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരവസരം ഒരുക്കിയതിന് ശേഷം പിന്നീട് വളരെ പെട്ടെന്ന് DC ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു. അതിനുശേഷം പൊതുദർശനത്തിനും അതിനുശേഷം വലിയ ചുടുകാട്ടിലേക്കും VS അച്യുതാനന്ദൻ്റെ മൃതദേഹം കൊണ്ടുവന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജനാവലിക്ക് ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കാതെ VSന്റെ മൃതദേഹം ഇവിടെ നിന്ന് അത്ര എളുപ്പത്തിൽ കൊണ്ടുപോവുക വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ആ ജനാവലി എല്ലാം ഇവിടേക്ക് വീടിനടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നു. എല്ലാവർക്കും ഇവിടെ കാണാനുള്ള ശ്രമം എല്ലാവരും നടത്തുന്നു. അങ്ങനെ